കേരളത്തിലെ പ്രകൃതിദത്ത റബ്ബർ അധിഷ്ഠിത വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ 2019 സ്ഥാപിച്ച കമ്പനിയാണ് കേരള റബ്ബർ ലിമിറ്റഡ് (KRL). ആദ്യഘട്ട ലക്ഷ്യം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. പൊതു സ്വകാര്യ നിക്ഷേപത്തിലൂടെ പ്രകൃതിദത്ത റബ്ബറിന്റെ മൂല്യവർദ്ധനവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, അതുവഴി പ്രകൃതിദത്ത റബ്ബറിന്റെ വിപണി സൃഷ്ടിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഇതിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കൈത്താങ്ങാവുക എന്നിവയാണ് കമ്പനിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ. 2019 സ്ഥാപിതമായ KRL 2021 പ്രവർത്തന സജ്ജമായത്. പൂർണ്ണമായി പ്രവർത്തനക്ഷമമാവുമ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും നൂതന സംവിധാനങ്ങളും സ്വാഭാവിക റബ്ബർ ഉൽപ്പന്ന സംരംഭക മേഖലയ്ക്ക് പ്രയോജനകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കേരള റബ്ബർ ലിമിറ്റഡ് വ്യവസായ സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2022 മെയ് 9 ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് നിർവഹിച്ചു. കോട്ടയം ജില്ലയിലെ വെള്ളൂർ വില്ലേജിലുള്ള 157.04 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കമ്പനി അവരുടെ വ്യാവസായിക മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭൂമിയായതിനാൽ ഭൂവികസനത്തിന് വളരെ കടമ്പകളുണ്ടായിരുന്നു. 253.58 കോടി രൂപ പദ്ധതി ചിലവായി ടെൻഡർ ചെയ്തതും ചെയ്യാനുള്ളതുമായ നിർമ്മാണ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ 393.68 കോടി രൂപയായി ഉയർന്നു. കേരളത്തിന്റെ റബ്ബർ മേഖലയുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഈ വ്യവസായ സമുച്ചയം സർക്കാരിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ്. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സംരംഭകർക്ക് 105 ഏക്കർ ഭൂമി ലീസിന് നൽകുകയും അതിനോടൊപ്പം പ്രസ്തുത സംരംഭങ്ങൾക്കും കേരളത്തിലെ മറ്റു റബ്ബർ സംരംഭകർക്കും ഉപയോഗിക്കാവുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ വികസന കേന്ദ്രം, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ട്രെയിനിംഗ് ആൻഡ് ഇൻഫർമേഷൻ, ബിസിനസ് ഇൻക്യുബേഷൻ, റബ്ബർ ഉൽപ്പന്ന പ്രദർശന കേന്ദ്രം, റബ്ബർ പ്രൊഡക്ട്സ് റീസൈക്ലിംഗ്, റബ്ബർ പ്രൊഡക്ട്സ് സ്റ്റെറിലൈസേഷൻ, ടയർ ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് എന്നിവയും കേരള റബ്ബർ ലിമിറ്റഡ് വ്യവസായ സമുച്ചയത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം അസംസ്കൃത വസ്തുക്കളുടെയും പൂർത്തിയായ ഉൽപ്പന്നങ്ങളുടെയും വെയർഹൌസുകൾ, മോൾഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി സെൻട്രൽ ടൂൾ റൂം എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പും പ്രോജക്റ്റിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ ഒരു പ്രധാന പ്രശ്നമായ മലിനീകരണം നിയന്ത്രണം ചെയ്യുന്നതിനുള്ള അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ പൊതുമാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതിയുടെ ഭാഗമാണ്. പദ്ധതി പൂർത്തിയാകുമ്പോൾ ഏകദേശം 3000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ നൽകാനാകുമെന്നും കരുതുന്നു.